ആണവായുധം എന്താണെന്നും അത് പ്രയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടെന്ന് നമുക്കറിയുകയും ചെയ്യാം. എന്നാൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിനിടയിൽ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ വരികയും ഇറാനിൽ നിന്നും ശക്തമായ തിരിച്ചടി ലഭിക്കുകയും ചെയ്തപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണവായുധം പ്രയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ US-ന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ശക്തമായ എതിർപ്പ് മൂലം അത് നടക്കാതെ വരികയായിരുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിവരം പുറത്തുവിട്ടത് മറ്റാരുമല്ല, US-ന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യുടെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ലാറി സി ജോൺസൺ ആണ്. തീർച്ചയായിട്ടും US-ന്റെ ഉന്നത സൈനിക വിഭാഗത്തോട് ബഹുമാനം തോന്നുന്ന ഒരു സന്ദർഭമാണിത്. അല്ലെങ്കിലും US-ന്റെ സേനയോടും US-ന്റെ സൈനിക ശക്തിയോടും എന്നും ലോകത്തിന് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഇത്തരം ചില ഭരണാധികാരികൾ മൂലം അത് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. US-ന്റെ യുദ്ധവിമാനം ഇറാനിൽ തകർന്നു വീണപ്പോൾ അതിലെ ജീവനക്കാരെ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെ കമാൻഡോ ഓപ്പറേഷൻ നടത്താം എന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി വൈറ്റ് ഹൗസിൻ്റെ സിറ്റുവേഷൻ റൂമിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. സിറ്റുവേഷൻ റൂം എന്ന് പറയുമ്പോൾ ഭരണതലത്തിലെ ഉന്നതരും അതുപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നതരും അതുപോലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമൊക്കെ യോഗം ചേരുന്ന ഒരു സ്ഥലമാണിത്. അവിടെ വെച്ച് ഡൊണാൾഡ് ട്രംപിനെ അവർ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ അപക്വമായ പ്രസ്താവനകളും തീരുമാനങ്ങളും അൺപ്രഡിക്റ്റബിളായുള്ള ക്യാരക്ടറും കാരണം ഈ ഒരു തീരുമാനത്തിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ലാതാകും എന്ന് ഭയന്നിട്ടാണ് അവർ അത് ചെയ്യുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തങ്ങളുടെ പ്രസിഡന്റിനെ US-ന്റെ സൈനിക വിഭാഗത്തിന് പോലും അത്ര വിശ്വാസമില്ലെന്ന് ഇതിലൂടെ തെളിയുന്നു. ചുമ്മാതല്ല കമല ഹാരിസ് പറഞ്ഞത്. ലോക പോലീസ് എന്നൊക്കെ വിളിക്കുമെങ്കിലും US-നോട് എല്ലാവർക്കും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അത് കളഞ്ഞു കുളിച്ചത് ഡൊണാൾഡ് ട്രംപാണെന്ന്. ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിവെച്ച് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം.